Please rotate the phone for better experience. ഹലോ, എൻ്റെ പേര് അപ്പുവാണ്. ഞാനാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. ഹലോ, എൻ്റെ പേര് മിട്ടുവാണ്. ഞാനാണ് കഥയിലെ രണ്ടാമത്തെ പ്രധാന കഥാപാത്രം. കൂടാതെ ഞാൻ അപ്പുവിൻ്റെ ഏട്ടനാണ്. എടാ മിട്ടു, നമുക്ക് കളിച്ചാലോ? അതിനെന്താ, നമുക്ക് കളിക്കാം. നമുക്ക് ഒളിച്ചുകളി കളിക്കാം. ആ ശരി, നമുക്ക് ഒളിച്ചുകളി കളിക്കാം. ആദ്യം നീ എണ്ണ്. അത് പറ്റില്ല, ആദ്യം നീ എണ്ണ്. എന്താടാ നിങ്ങൾ തല്ലൂടുന്നത്? അച്ഛാ, ഇവൻ പറഞ്ഞു എന്നോട് ആദ്യം എണ്ണാൻ. ഞാൻ അതിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ തല്ലൂടാൻ വന്നു. അച്ഛാ, ഇവൻ കള്ളം പറയുകയാണ്. ഇവനാണ് ആദ്യം തല്ലൂടാൻ വന്നത്. അതിന് നിങ്ങൾ തല്ലുകൂടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എണ്ണാം. ശരി അച്ഛാ, ശരി. അപ്പോൾ നമുക്ക് കളിക്കാം. ശരി, ഞാൻ എണ്ണാം തുടങ്ങുകയാണ്. 1 2 3 4 5 6. എടാ മിട്ടു, പെട്ടെന്ന് വാ, നമുക്ക് ഒളിക്കാൻ പോവാം. ശരി അപ്പു. എടാ, ഞാൻ ഈ ബസ് സ്റ്റാൻഡിന്റെ സീറ്റിന്റെ അടിയിൽ ഒളിക്കാൻ പോവാണ്. ശരി അപ്പു. ശരി അപ്പു, എന്നാൽ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവാം. ഹായ്, എന്താ ടിവിയിൽ കാണിക്കുന്നത്? അയ്യോ, എന്റെ വിഷയം മാറിപ്പോയി. സോഫയുടെ ബാക്കിൽ ഒളിച്ചു നോക്കാം. ചിലപ്പോൾ അച്ഛൻ കണ്ടുപിടിക്കും. അതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോവാം. ഹായ്, ആരോ കുടിച്ചു വെച്ച ചായയുടെ ബാക്കിയുണ്ടല്ലോ, അത് കുടിച്ചു നോക്കാം. ഞാൻ കമ്പ്യൂട്ടറിന്റെ അടിയിൽ ഒളിക്കാൻ പോവാ. അച്ഛൻ കണ്ടുപിടിച്ചോട്ടെ. 60. ഇനി കണ്ടുപിടിക്കാൻ പോവാം. വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാം. ആ ടിവിയുടെ അടുത്തുണ്ടോന്ന് നോക്കിയിട്ട് വരാം. ആരാ ടിവി ഓണാക്കി കിട്ടിയിരിക്കുന്നത്? ആ അപ്പു അല്ലെങ്കിൽ മിട്ടു ആവോ? അവിടെ സൈഡിലുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. എടാ അപ്പു, മിട്ടു, നിങ്ങൾ എന്താ അവിടെ ചെയ്യണത്? ഇവന്മാരിപ്പോ എവിടേക്ക് പോയത്? കാണുന്നില്ലല്ലോ. വേറെ സ്ഥലത്തേക്ക് പോയേക്കാം. കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് പോയി നോക്കാം. ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഇതാരാ ചായയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്? അയ്യോ, എന്റെ കാലിക്ക് എന്തോ തട്ടി. എന്താന്ന് നോക്കി നോക്കാം. എടാ അപ്പു, നിന്നെ കണ്ടറാ? അടുത്തത് നമുക്ക് അപ്പുവിനെ കണ്ടുപിടിക്കാൻ പോവാം. ശരി മോനെ, നന്ദിയുണ്ട്. ശരി, നമുക്ക് അങ്ങോട്ട് പോവാം. എടാ അപ്പു, ഞാൻ നിന്നെ കണ്ടുപിടിച്ചതാ. അച്ഛൻ ചിരിക്കുമൊന്നും വേണ്ട, അച്ഛൻ തന്നെ ജയിച്ചു. അച്ഛനാ മിട്ടുവിനെ കണ്ടുപിടിച്ചു അല്ലേ? എടാ മിട്ടു, ഞാൻ ജയിച്ചറാ. എടാ മിട്ടു, അപ്പു, ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടില്ലേ ഞാനൊരു കില്ലാടിയാണെന്ന്? അച്ഛാ, സ്വയം പുകഴ്ത്തിയത് മതി. അതെ അച്ഛാ, സ്വയം പുകഴ്ത്തല്ലേ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾ പഠിക്കാൻ പോയിക്കോളൂ. അച്ഛാ, എനിക്ക് പഠിക്കാൻ വയ്യ. അതെ, എനിക്കും വയ്യ. ഞങ്ങൾ വീണ്ടും കളിക്കാൻ പോവാ. അതൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് പോയിരുന്ന് പഠിച്ചോ.